സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജന്മദിനം ആഘോഷിക്കുമ്പോൾ അള്ളാഹുവിൻ്റെ റസൂൽ അങ്ങനെ ജനിച്ചൊരു ദിവസം അതേതാണ് എന്ന് സ്ഥിരപ്പെട്ടിട്ടില്ലല്ലോ. ആ വിഷയത്തിൽ ധാരാളം അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്. ഖണ്ഡിതമായ ഒരു രേഖയുടെ അടിസ്ഥാനത്തിൽ അള്ളാഹുവിൻ്റെ റസൂല് ഈ ഒരു മാസം ഇത്രാമത്തെ ദിവസമാണ് ജനിച്ചത് എന്ന് പറയുക സാധ്യമേ അല്ല. എന്നാൽ അതിനേക്കാൾ ഗൗരവമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തായത് റബീഉൽ അവ്വൽ 12-നാണ് എന്നത് വ്യക്തവുമാണ്. ആ വഫാത്തിനെക്കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതെന്താണ് നമുക്ക് കാണാൻ സാധിക്കും. ഇമാം ത്വബറാനി അദ്ദേഹത്തിൻ്റെ മുഅ്ജമുൽ കബീറിൽ ഉദ്ധരിക്കുന്നത് അൻ അബ്ദുറഹ്മാൻ ഇബ്നു സാബിത്തിൻ അൻ അബീഹി ഖാല ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇദാ ഉസീബ അഹദുക്കും ബിമുസീബ ഫലിയദ്കുർ മുസീബതഹു ബി ഫഇന്നഹാ അഅ്ളമുൽ മസായിബി ഇൻദഹു. നിങ്ങൾക്കാർക്കെങ്കിലും ഒരു മുസീബത്ത് ബാധിച്ചാൽ നിങ്ങൾ എൻ്റെ മരണം മൂലമുണ്ടാകുന്ന മുസീബത്തിനെ ഓർക്കണം, അതാണ് ഏറ്റവും വലിയ മുസീബത്ത് എന്നാണ്. നിങ്ങൾക്ക് എന്തൊരു മുസീബത്ത് ബാധിച്ചാലും റസൂലുള്ളാഹിൻ്റെ വഫാത്തിനെ ഓർത്താൽ അതൊക്കെ ചെറുതാകുന്നതാണ്. കാരണം ഏറ്റവും വലിയ പ്രയാസം എന്നുള്ളത് അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ വഫാത്തല്ലേ, അത് റബീഉൽ അവ്വൽ 12-നാണ്. അപ്പോൾ അന്നത്തെ ദിവസം മുസീബത്ത് എന്ന് റസൂലുള്ള പറഞ്ഞ ദിവസം ആഘോഷമാക്കുന്നത് പോലെയല്ലേ സഹോദരങ്ങളെ റബീഉൽ അവ്വൽ 12-ന് നബിയുടെ ജന്മദിനമാണ് എന്ന് പറഞ്ഞുകൊണ്ട് ആഘോഷിക്കൽ. ആ ദിവസമാണ് റസൂലുള്ള ജനിച്ചത് എന്നതിന് യാതൊരു തെളിവും ഖണ്ഡിതമായിട്ടില്ല. വ്യത്യസ്ത അഭിപ്രായങ്ങളുണ്ട്, ആർക്കും അതിൽ സംശയമില്ല. എന്നാൽ അള്ളാഹുവിൻ്റെ റസൂല് മരണപ്പെട്ട ദിവസമാണ് എന്നതിൽ യാതൊരു സംശയവും ഇല്ലതാനും. അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ വഫാത്തിനെ കുറിച്ച് റസൂലുള്ള തന്നെ പറയുന്നത് അതൊരു മുസീബത്താണ് എന്നാണ്. എന്നിരിക്കെ ആ ദിവസം ആഘോഷിക്കുകയാണോ? ഇത് ഇസ്ലാമിൻ്റെ ശത്രുക്കൾ നമ്മെ വഴിതെറ്റിക്കാൻ വേണ്ടി കൊണ്ടുവന്ന ഒരു കാര്യമായിട്ടല്ലേ നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇമാം അഹ്മദ് റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിൻ്റെ മുസ്നദിൽ ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, അനസ് റളിയല്ലാഹു തആല അൻഹു പറയുകയാണ്, അള്ളാഹുവിൻ്റെ റസൂല് മദീനയിൽ വന്നപ്പോൾ ആ മദീന മുഴുവൻ പ്രകാശപൂരിതമായി. എന്നാൽ ഫലമ്മാ കാനൽ യൗമുൽ ലദീ മാത ഫീഹി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ലമ മിനൽ മദീനത്തി കുല്ലു ഷൈ. മദീനയിലുള്ളത് മുഴുവൻ ഇരുട്ടുള്ളതായി തീർന്നു എന്നാണ്. അള്ളാഹുവിൻ്റെ റസൂല് വഫാത്തായപ്പോൾ സങ്കടം കൊണ്ട് വിഷമം കൊണ്ട് അവിടുത്തെ പ്രകാശമൊക്കെ കെട്ടുപോയതുപോലെയാണ് അവർക്ക് തോന്നിയിട്ടുള്ളതെന്നാണ്. അപ്പോഴാണ് ചില ആളുകൾ ബൾബ് വാങ്ങി ആ ദിവസത്തെ പ്രകാശിപ്പിക്കാൻ ആഹ്വാനം ചെയ്യുന്നത്. എല്ലാ ദിവസവും ധാരാളം ബൾബ് വാങ്ങി 24 മണിക്കൂറും കത്തിച്ചോളൂ, അതിൻ്റെ ചിലവൊന്നും നോക്കണ്ട എന്നാണ് പറയുന്നത്. അതിനെ പ്രകാശപൂരിതമാക്കുകയാണ്. മുസീബത്ത് എന്ന് റസൂലുള്ള വിശേഷിപ്പിച്ചതിനെ ആഘോഷിക്കുകയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എത്ര വലിയ ഒരു തെറ്റാണ്, ഒരു വലാലത്താണ് നമ്മൾ പറയുന്നതും പ്രവർത്തിക്കുന്നതും ആഹ്വാനം ചെയ്യുന്നതുമെന്ന് ആലോചിച്ച് നോക്കുക. അതുകൊണ്ട് ഒരു മുസീബത്തിന് ആഘോഷിക്കുന്നത് പോലെയല്ലേ, റസൂലുള്ളാഹിൻ്റെ വഫാത്തിന് ആഘോഷിക്കുന്നത് പോലെയല്ലേ ഇത് ശത്രുക്കളുടെ ഒരു പ്ലാൻ അല്ലാതിരിക്കാൻ വല്ല തരവുമുണ്ടോ? മനുഷ്യരിലും ജിന്നുകളിലും പെട്ട ശത്രുക്കൾ നമ്മെ നശിപ്പിക്കുമെന്ന് പറഞ്ഞത് നമ്മൾ ഇവിടെയാണ് ശ്രദ്ധിക്കേണ്ടത്. ഇവിടെയാണ് അതിൻ്റെ ഗൗരവം ശ്രദ്ധിക്കേണ്ടത്. ആലോചിക്കുക.